മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ. പുതിയ പരാതി എഴുതിക്കോ. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? எல்லா கேமராஸ் கேரவான்லயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. ഇനി നീ എങ്ങാനും I told them this is not right. I called the caravan fellows. ஒரு கேமரா இந்த செருப்பால் அடிப்பேன். இதே தான் நான் சொன்னேன். இதே வேர்டு நான் யூஸ் பண்ணேன். മിടുക്കി ഇതൊന്നും ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? ഏത് സിനിമയുടെ ലൊക്കേഷൻ? நான் அது சொல்ல முடியாது. Because நான் இங்க வந்து ஒருத்தரை ப்ளேம் பண்றதுக்கோ இது சிஸ்டமே ராங். അതാരാണെന്ന് നമുക്കറിയാം. എനിക്ക് കിട്ടി, സംഘത്തലവനെ പിടികിട്ടി. രാത്രി നൈറ്റ് ഷൂട്ടിംഗ്. ഇപ്പുറത്തെ പോർഷനിൽ രാധികയാണ്, രാധികയും രാധികയുടെ അസിസ്റ്റൻസും കൂടെ. എന്നിട്ട് മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടു. எல்லா கேமராஸ் கேரவான்லயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തോണ്ട് പോവാ. ഒരു മിസ് ചെയ്യത്തില്ല. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഒരു ആളുണ്ട് അല്ലെങ്കിൽ ഒരാൾ വരും, ആ കാലഘട്ടത്തിലുള്ള ആരാണെങ്കിലും ശരി. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. എന്റെ ഈശോ മിശിഹാത്തമ്പുരാനെ, ഒരു കുരിശ് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്ന് വിചാരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു വേറൊരു കുരിശ്. ഫോളോ ചെയ്തേക്കണേടാ പൊന്നു മോനെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.